properties of dihydrogen. Physical properties of dihydrogen. Dihydrogen is a colorless, odorless, tasteless, combustible gas. It is lighter than air and insoluble in water. Dihydrogen സ്മെല്ലില്ലാത്തതും കളർലെസ് ആയിട്ടുള്ളതും പ്രത്യേകിച്ച് ടേസ്റ്റ് ഇല്ലാത്തതും പെട്ടെന്ന് കമ്പഷൻ നടക്കുന്നതുമായ ഒരു ഗ്യാസാണ്. അത് എയറിനേക്കാൾ ലൈറ്ററും വാട്ടറിൽ ഇൻസോലുബിളുമാണ്. ഇതൊക്കെയാണ് ഹൈഡ്രജൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് dihydrogen. Hydrogen takes part in a chemical reaction by the following three ways. First one, loss of the only electron to give H+. ഹൈഡ്രജൻ ആകെയുള്ള ഒരു ഇലക്ട്രോണ് വിട്ടുകൊടുത്ത് H+ അയോണായിട്ട് മാറാം. രണ്ടാമത്തേത്, ഗെയിൻ ഓഫ് ആൻ ഇലക്ട്രോൺ ടു ഫോം H-, ഒരു ഇലക്ട്രോണ് ഗെയിൻ ചെയ്ത് H- അയോണായിട്ട് മാറാം. ഹൈഡ്രജന് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ H- അയോൺസ് ആയിട്ട് മാറുന്നു. മൂന്നാമത്തേത്, ഷെയറിംഗ് ഇലക്ട്രോൺസ് ടു ഫോം എ സിംഗിൾ കോവലന്റ് ബോണ്ട്. ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്ത് ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നു. ഈ മൂന്ന് തരത്തിലാണ് ഹൈഡ്രജൻ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. റിയാക്ഷൻ ഓഫ് ഹൈഡ്രജൻ വിത്ത് ഹാലോജൻസ്. ഹൈഡ്രജൻ റിയാക്ട്സ് വിത്ത് ഹാലോജൻസ് ടു ഫോം ഹൈഡ്രജൻ ഹാലൈഡ്. എക്സ് എന്ന ലെറ്റർ കൊണ്ടാണ് ഹാലോജൻസിനെ ഡിനോട്ട് ചെയ്യുന്നത്. 2H2 plus X2 gives 2HX, where X equal to chlorine, fluorine, bromine or iodine. HX ആണ് ഹൈഡ്രജൻ ഹാലൈഡ്. The reaction of hydrogen with fluorine occurs even in dark, while the reaction of hydrogen with iodine requires a catalyst. ഹൈഡ്രജനും ഫ്ലൂറിനും തമ്മിലുള്ള റിയാക്ഷൻ ഡാർക്ക് പ്ലേസിൽ വരെ നടക്കുന്നുണ്ട്. അതേസമയം ഹൈഡ്രജനും അയോഡിനും തമ്മിലുള്ള റിയാക്ഷൻ നടക്കണമെങ്കിൽ ഒരു കാറ്റലിസ്റ്റ് ആവശ്യമാണ്. റിയാക്ഷൻ ഓഫ് hydrogen with oxygen. Hydrogen reacts with oxygen to form water. It is an exothermic reaction. ഹൈഡ്രജൻ ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് വാട്ടർ ഫോം ചെയ്യുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അതായത് ഈ റിയാക്ഷൻ നടക്കുമ്പോൾ എനർജി റിലീസ് ചെയ്യുന്നു. ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്ന റിയാക്ഷൻസിനെയാണ് എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. എക്സോതെർമിക് റിയാക്ഷൻസ് ആണെങ്കിൽ അതിൻ്റെ എൻതാൽപ്പി ചേഞ്ച് നെഗറ്റീവ് ആയിരിക്കും. നിങ്ങൾ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിൽ ഇത് പഠിച്ചിട്ടുണ്ടാവും. എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഡെൽറ്റ എച്ചിൻ്റെ സൈന് നെഗറ്റീവ് ആയിരിക്കും. 2H2 plus O2 gives 2H2O. The enthalpy change for this reaction is minus 285.9 kilojoule per mole. ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അതായത് ഈ റിയാക്ഷൻ നടക്കുമ്പോൾ എനർജി റിലീസ് ചെയ്യുന്നു. റിയാക്ഷൻ ഓഫ് ഹൈഡ്രജൻ വിത്ത് നൈട്രജൻ. Hydrogen reacts with nitrogen to form ammonia
NH3. ഹൈഡ്രജൻ നൈട്രജനുമായി റിയാക്ട് ചെയ്ത് അമോണിയ ഫോം ചെയ്യുന്നു. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹേബർ പ്രോസസ്. ഹേബർ പ്രോസസ്സിൽ ടെമ്പറേച്ചർ ഏകദേശം 700 കെൽവിനും പ്രഷർ 200 atm ആയിരിക്കും. സ്പോഞ്ചി അയൺ അല്ലെങ്കിൽ പൗഡേർഡ് അയൺ ആണ് കാറ്റലിസ്റ്റായി യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ. ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് ഈസ് നെഗറ്റീവ്. ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ട് എൻതാൽപ്പി ചേഞ്ച് നെഗറ്റീവ് ആയിരിക്കും. The enthalpy change for this reaction is minus 92.6 kilojoule per mole. Reaction of hydrogen with metals. Hydrogen reacts with metals at a high temperature to give corresponding hydrides. ഹൈഡ്രജൻ മെറ്റൽസുമായി റിയാക്ട് ചെയ്ത് ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യുന്നു. ഹൈഡ്രജൻ ആൽക്കലി മെറ്റൽസുമായി റിയാക്ട് ചെയ്യുന്നതിൻ്റെ ജനറൽ ഇക്വേഷൻ നോക്കാം. H2 plus 2m gives 2mH. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജനും സോഡിയവുമായിട്ടുള്ള റിയാക്ഷൻ്റെ ഇക്വേഷൻ H2 plus 2Na gives 2NaH എന്നായിരിക്കും. മെറ്റൽസിന് ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടറാണ് ഉള്ളത്. മെറ്റൽസ് ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നു. ആ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് ഇവിടെ ഹൈഡ്രജൻ ആണ്. ഇവിടെ ഹൈഡ്രജൻ നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. NaH എന്നൊരു കോമ്പൗണ്ടിൽ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആയിരിക്കും. റിയാക്ഷൻ ഓഫ് ഹൈഡ്രജൻ വിത്ത് മെറ്റൽ അയോൺസ് ആൻഡ് മെറ്റൽ ഓക്സൈഡ്സ്. ഹൈഡ്രജൻ reduces some metal ions in aqueous solution and oxides of metals into corresponding metals. ഹൈഡ്രജൻ ചില മെറ്റൽ അയോൺസിനെ മെറ്റൽസ് ആക്കി റെഡ്യൂസ് ചെയ്യുന്നു. ഇലക്ട്രോൺ ലോസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ. ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് റിഡക്ഷൻ. റിഡക്ഷന് സഹായിക്കുന്ന സബ്സ്റ്റൻസസ് ആണ് റെഡ്യൂസിങ് ഏജന്റ്. റെഡ്യൂസിങ് ഏജന്റിന് ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. അതായത് റെഡ്യൂസിങ് ഏജന്റിന് ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ നോക്കാം. H2 plus Pd2+ gives Pd plus 2H+. ഹൈഡ്രജൻ പലേഡിയം അയോണിനെ പലേഡിയം മെറ്റലാക്കി റെഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നത് ഹൈഡ്രജനും റിഡക്ഷൻ നടക്കുന്നത് പലേഡിയത്തിനുമാണ്. അതായത് റെഡ്യൂസിങ് ഏജന്റ് ഹൈഡ്രജൻ ആണ്. റെഡ്യൂസിങ് ഏജന്റിനാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. ഹൈഡ്രജൻ ചില മെറ്റൽ ഓക്സൈഡ്സിനെ മെറ്റലാക്കി റെഡ്യൂസ് ചെയ്യുന്നു. അതിനൊരു എക്സാമ്പിൾ നോക്കാം. Ag2O plus H2 gives 2Ag plus H2O. ഇവിടെ ഹൈഡ്രജൻ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. റിയാക്ഷൻസ് ഓഫ് ഹൈഡ്രജൻ വിത്ത് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഹൈഡ്രജനും ഓർഗാനിക് കോമ്പൗണ്ട്സും തമ്മിലുള്ള
റിയാക്ഷന് ചില എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, ഹൈഡ്രോജിനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിൽസ് യൂസിങ് നിക്കൽ ആസ് കാറ്റലിസ്റ്റ് ഗീവ്സ് എഡിബിൾ ഫാറ്റ്സ്. വെജിറ്റബിൾ ഓയിലിന് നിക്കലിന്റെ പ്രസൻസിൽ ഹൈഡ്രോജിനേഷൻ നടത്തിയാണ് വെജിറ്റബിൾ ഗീ അല്ലെങ്കിൽ വനസ്പതി നിർമ്മിക്കുന്നത്. വെജിറ്റബിൾ ഓയിൽസ് അൺസാച്ചുറേറ്റഡ് ആണ്. അതിലേക്ക് ഹൈഡ്രജൻ പാസ് ചെയ്ത് അതിനെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള വെജിറ്റബിൾ ഫാറ്റ് അല്ലെങ്കിൽ വെജിറ്റബിൾ ഗീ ആക്കി മാറ്റുന്നു. വെജിറ്റബിൾ ഓയിലിനെ വെജിറ്റബിൾ ഗീ ആക്കി മാറ്റുന്ന പ്രോസസ്സ് ഹൈഡ്രോജിനേഷൻ ആണ്. അതായത് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. സെക്കൻഡ് എക്സാമ്പിൾ, ഹൈഡ്രോഫോർമൈലേഷൻ ഓഫ് ഒലിഫിൻസ് gives aldehydes which further undergo reduction to give alcohols. ആൽക്കീൻസിനെയാണ് ഒലിഫിൻസ് എന്ന് പറയുന്നത്. ആൽക്കീൻസിനെ ഹൈഡ്രോഫോർമൈലേഷൻ നടത്തിയാണ് ആൽഡിഹൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ആൽഡിഹൈഡ് ഫർദർ റിഡക്ഷന് വിധേയമായി ആൽക്കഹോൾസായി മാറുന്നു. ഒരു ഹൈഡ്രജനും ആൽഡിഹൈഡ് ഗ്രൂപ്പ് അതായത് CHO ഗ്രൂപ്പും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹൈഡ്രോഫോർമൈലേഷൻ. ആൽക്കീനിലേക്ക് ഒരു ഹൈഡ്രജനും CHO ഗ്രൂപ്പും ആഡ് ചെയ്താൽ അതൊരു ആൽഡിഹൈഡായി മാറും. ആൽക്കീനെ ആൽഡിഹൈഡാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഹൈഡ്രോഫോർമൈലേഷൻ. സ്ലൈഡ് 20. യൂസസ് ഓഫ് ഡൈഹൈഡ്രജൻ. ഹൈഡ്രജന്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡൈഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ഇൻ ദ സിന്തസിസ് ഓഫ് അമോണിയ which is used in the manufacture of nitric acid and nitrogenous fertilizers. അമോണിയയുടെ മാനുഫാക്ചറിന് ഹൈഡ്രജൻ യൂസ് ചെയ്യുന്നു. അമോണിയ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സാണ് ഹേബർ പ്രോസസ്. നൈട്രിക് ആസിഡ്, നൈട്രോജനസ് ഫെർട്ടിലൈസേഴ്സ് എന്നിവയുടെ മാനുഫാക്ചറിന് അമോണിയ യൂസ് ചെയ്യുന്നു. രണ്ടാമത്തെ യൂസ്, ഡൈഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് വനസ്പതി. നമ്മൾ നേരത്തെ പറഞ്ഞു വെജിറ്റബിൾ ഓയിലിനെ ഹൈഡ്രോജനേറ്റ് ചെയ്തിട്ടാണ് വനസ്പതി അല്ലെങ്കിൽ വെജിറ്റബിൾ ഗീ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പോളി അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആണ് വെജിറ്റബിൾ ഓയിൽസ്. അതിലേക്ക് ഹൈഡ്രജൻ പാസ് ചെയ്ത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള വെജിറ്റബിൾ ഗീ ആക്കി മാറ്റുന്നു. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹൈഡ്രോജിനേഷൻ. ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹൈഡ്രോജിനേഷൻ. ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് in the manufacture of methanol. മെത്തനോളിൻ്റെ മാനുഫാക്ചറിന് ഹൈഡ്രജൻ യൂസ് ചെയ്യുന്നു. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ടാണ് മെത്തനോള് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. CO plus 2H2 gives CH3OH. ഹൈഡ്രജന്റെ മറ്റൊരു യൂസ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് മെറ്റൽ ഹൈഡ്രൈഡ്സ്. ഹൈഡ്രജനും മെറ്റൽസുമായിട്ടുള്ള റിയാക്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. മെറ്റാലിക് ഹൈഡ്രൈഡ്സിൻ്റെ മാനുഫാക്ചറിന് ഹൈഡ്രജൻ യൂസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ്
ഒരു ഇമ്പോർട്ടൻ്റ് ആയ കെമിക്കലാണ് ഹൈഡ്രജൻ ക്ലോറൈഡ്. അതിൻ്റെ പ്രിപ്പറേഷന് ഹൈഡ്രജൻ യൂസ് ചെയ്യുന്നു. 2H2 plus Cl2 gives 2HCl. In metallurgical processes, hydrogen is used to reduce heavy metal oxides to metals. ഓറിൽ നിന്ന് മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയും അതിനെ റിഫൈൻ ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മെറ്റലർജി എന്ന് പറയുന്നത്. മെറ്റലർജിക്കൽ പ്രോസസ്സിൽ ഹെവി മെറ്റൽ ഓക്സൈഡ്സിനെ മെറ്റലാക്കി റെഡ്യൂസ് ചെയ്യാൻ ഹൈഡ്രജൻ യൂസ് ചെയ്യുന്നു. അനദർ യൂസ് ഈസ് atomic hydrogen and oxyhydrogen torches are used for cutting and welding purpose. അറ്റോമിക് ഹൈഡ്രജനും ഓക്സിഹൈഡ്രജൻ ടോർച്ചസും കട്ടിങ്ങിനും വെൽഡിങ്ങിനും വേണ്ടി യൂസ് ചെയ്യുന്നു. ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ആസ് എ റോക്കറ്റ് ഫ്യൂവൽ. ഹൈഡ്രജന്റെ മറ്റൊരു യൂസ് ആണ് റോക്കറ്റ് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളത്. ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ഇൻ ഫ്യൂവൽ സെൽസ് ഫോർ ജനറേറ്റിംഗ് ഇലക്ട്രിക്കൽ എനർജി. ഫ്യൂവൽസ് കമ്പഷൻ ചെയ്യുമ്പോഴുള്ള എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസസ് ആണ് ഫ്യൂവൽ സെൽസ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്യൂവൽ സെല്ലാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല്. അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്നത് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലാണ്. ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിൽ യൂസ് ചെയ്യുന്നു. ഹൈഡ്രൈഡ്സ് ഹൈഡ്രജനും മറ്റു എലമെൻസും കമ്പൈൻ ചെയ്തുണ്ടാകുന്ന കോമ്പൗണ്ട്സ് ആണ് ഹൈഡ്രൈഡ്സ്. There are 3 types of hydrides. First one is ionic or saline or salt-like hydrides. Second one is covalent or molecular hydrides. Third one, metallic or non-stoichiometric hydrides. 3 ടൈപ്പ് ഹൈഡ്രൈഡ്സ് ആണുള്ളത്. ഒന്നാമത്തേത് അയോണിക് ഹൈഡ്രൈഡ് അല്ലെങ്കിൽ സലൈൻ ഹൈഡ്രൈഡ് അല്ലെങ്കിൽ സോൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ്. രണ്ടാമത്തേത് കോവാലൻ്റ് അല്ലെങ്കിൽ മോളിക്യുലാർ ഹൈഡ്രൈഡ്. മൂന്നാമത്തേത് മെറ്റാലിക് ഹൈഡ്രൈഡ് അല്ലെങ്കിൽ നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഹൈഡ്രൈഡ്. അയോണിക് or saline hydrides. These are stoichiometric compounds of hydrogen formed with S block elements. S block elements ഹൈഡ്രജനുമായി റിയാക്ട് ചെയ്ത് ഫോം ചെയ്യുന്ന ഹൈഡ്രൈഡ്സ് ആണ് അയോണിക് ഹൈഡ്രൈഡ് അല്ലെങ്കിൽ സലൈൻ ഹൈഡ്രൈഡ്സ്. എസ് ബ്ലോക്ക് എലമെൻസിന് ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ കൂടുതലാണ്. അതുകൊണ്ട് എസ് ബ്ലോക്ക് എലമെൻസ് ഇലക്ട്രോണ് ലോസ് ചെയ്യുന്നു, ഹൈഡ്രജന് ഇലക്ട്രോണ് അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്നു. ഇതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലിഥിയം, മഗ്നീഷ്യം, ബെറിലിയം പോലെയുള്ള എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഫോം ചെയ്യുന്ന ഹൈഡ്രൈഡ്സിന് കോവാലൻ്റ് ക്യാരക്ടറാണ് ഉള്ളത്.
saline hydrides react violently with water, producing hydrogen gas. സലൈൻ ഹൈഡ്രൈഡ്സ് വാട്ടറുമായി പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു. റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, NaH പ്ലസ് H2O gives NaOH പ്ലസ് H2. സോഡിയം ഹൈഡ്രൈഡ് വാട്ടറുമായി റിയാക്ട് ചെയ്ത് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും പ്രൊഡ്യൂസ് ചെയ്യുന്നു. These ionic hydrides are non-conductors in solid state, but they conduct electricity in molten state. Ionic hydrides സോളിഡ് സ്റ്റേറ്റിൽ നോൺ കണ്ടക്ടേഴ്സ് ആണ്, പക്ഷേ മോൾട്ടൺ സ്റ്റേറ്റിൽ, അതായത് ഉരുകിയ അവസ്ഥയിൽ അത് കണ്ടക്ടറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അയോണിക് ഹൈഡ്രേറ്റ്സ് ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. കോവാലന്റ് ഓർ മോളിക്യുലർ ഹൈഡ്രൈഡ്. Hydrogen forms molecular compounds with most of the p block elements. ഹൈഡ്രജനും p block എലമെൻസും കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ഹൈഡ്രൈഡ്സ് ആണ് കോവാലന്റ് ഓർ മോളിക്യുലർ ഹൈഡ്രൈഡ്സ്. മോളിക്യുലർ ഹൈഡ്രൈഡ്സിന് എക്സാമ്പിൾസ് ആണ് NH3, CH4, H2O, HF, etc. p ബ്ലോക്ക് എലമെന്റ്സ് ആണ് മോളിക്യുലാർ അല്ലെങ്കിൽ കോവാലന്റ് ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യുന്നത്. കോവാലന്റ് ഹൈഡ്രൈഡ്സ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ റിലേറ്റീവ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ബോണ്ട്സ് ഇൻ ദെയർ ലൂയിസ് സ്ട്രക്ചർ. ലൂയിസ് സ്ട്രക്ചറിലുള്ള ഇലക്ട്രോൺസിൻ്റെയും ബോണ്ട്സിൻ്റെയും എണ്ണത്തെ അടിസ്ഥാനമാക്കി കോവാലന്റ് ഹൈഡ്രൈഡ്സിനെ 3ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഒന്നാമത്തേത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്, രണ്ടാമത്തേത് ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്, മൂന്നാമത്തേത് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്. ഒന്നാമത്തെ ടൈപ്പ് മോളിക്യുലർ ഹൈഡ്രൈഡ് ആണ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്സ് ഹാവ് ലെസ്സർ ഇലക്ട്രോൺസ് ദാൻ ദാറ്റ് റിക്വയർഡ് ഫോർ റൈറ്റിംഗ് ദെയർ കൺവെൻഷണൽ ലൂയിസ് സ്ട്രക്ചർ. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്സിന് ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കാൻ ആവശ്യമായതിലും കുറച്ച് ഇലക്ട്രോൺസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് 13 എലമെന്റ്സ് ഫോം ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്സ്. ഗ്രൂപ്പ് 13 എലമെന്റ്സ് ആണ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യുന്നത്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡിന് ഒരു എക്സാമ്പിൾ ആണ് ഡൈബൊറൈൻ B2H6. രണ്ടാമത്തെ ടൈപ്പ് മോളിക്യുലർ ഹൈഡ്രൈഡ് ആണ് ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്. ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്സ് ഹാവ് required number of electrons to write their Lewis structure. ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്സിന് ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കാൻ ആവശ്യമായ കൃത്യ എണ്ണം ഇലക്ട്രോൺസ് ഉണ്ടാവും. ഗ്രൂപ്പ് 14 എലമെന്റ്സ് ആണ് ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യുന്നത്.
ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡിന് ഒരു എക്സാമ്പിളാണ് CH4 മീഥെയ്ൻ. മൂന്നാമത്തെ ടൈപ്പ് മോളിക്കുലർ ഹൈഡ്രൈഡ് ആണ് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്. ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സ് ഹാവ് എക്സസ് electrons which are present as lone pairs. ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സിൽ ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കാൻ ആവശ്യമായതിലും കൂടുതൽ ഇലക്ട്രോൺസ് പ്രസന്റ് ആയിരിക്കും. അത് ലോൺ പെയേഴ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. ലൂയിസ് ബേസസ് ആണ് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സ്. ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നവരാണ് ലൂയിസ് ബേസസ്. ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ് ലൂയിസ് ആസിഡ്സ്. ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സ് ലൂയിസ് ബേസസും ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്സ് ലൂയിസ് ആസിഡ്സുമാണ്. 15, 16, 17 ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യുന്നത്. ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സിന് എക്സാമ്പിൾ ആണ് NH3, H2O, HF, etc. Metallic or non-stoichiometric or interstitial hydride. D and F block elements form metallic hydrides. D block elementsum F block elementsumമാണ് മെറ്റാലിക് ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യുന്നത്. In metallic hydrides, hydrogen occupies the holes or interstitial voids between the atoms constituting the metallic lattice. Interstitial hydrides-ൽ ഹൈഡ്രജൻ ഒക്കുപ്പൈ ചെയ്യുന്നത് ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയിലുള്ള സ്പേസിലാണ്. ഈ സ്പേസിന് പറയുന്ന പേരാണ് interstitial void. Metallic hydrides are non-stoichiometric. The compounds which do not obey law of definite proportion or definite composition are called non-stoichiometric compounds. Law of definite proportion അല്ലെങ്കിൽ കോൺസ്റ്റന്റ് കോമ്പോസിഷൻ ഒബേ ചെയ്യാത്ത കോമ്പൗണ്ട്സ് ആണ് നോൺ സ്റ്റോയിഷ്യോമെട്രിക് കോമ്പൗണ്ട്സ്. മെറ്റാലിക് ഹൈഡ്രൈഡ്സിന് എക്സാമ്പിൾസ് ആണ് ലന്താനം ഹൈഡ്രൈഡ് LaH2.87, ടൈറ്റാനിയം ഹൈഡ്രൈഡ് TiH 1.5 to 1.8, വനേഡിയം ഹൈഡ്രൈഡ് VH 0.56, നിക്കൽ ഹൈഡ്രൈഡ് NiH 0.6 to 0.7. ഈ കോമ്പൗണ്ട്സിലെല്ലാം അതിലെ എലമെന്റ്സിന്റെ മാസുകൾ തമ്മിൽ ഒരു ഫിക്സ്ഡ് റേഷ്യോയിലല്ല ഉണ്ടായിരിക്കുക. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഒബേ ചെയ്യാത്ത കോമ്പൗണ്ട്സ് ആണ് നോൺ സ്റ്റോയിഷ്യോമെട്രിക് കോമ്പൗണ്ട്സ്. മെറ്റാലിക് ഹൈഡ്രൈഡ്സ് നോൺ സ്റ്റോയിഷ്യോമെട്രിക് കോമ്പൗണ്ട്സ് ആണ്.